കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഇൻസ്റ്റാൾമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ലോൺ തിരിച്ചടയ്ക്കണം, അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അങ്ങനെ വരുന്ന ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കുറേ വലിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും. പക്ഷേ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അതിൽ പേനയോ പേപ്പറോ പോലും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെന്ന് വിചാരിക്കുക. 100 രൂപ. എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ബാങ്ക് എനിക്ക് തരുന്ന റേറ്റ് പെർസെൻറ്റേജ് 10%. അപ്പോൾ 10% എനിക്ക് റേറ്റ് പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന തുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും 100 എടുത്തു കഴിഞ്ഞാൽ 110 ഞാൻ അടയ്ക്കണം. അടുത്ത വർഷം, രണ്ടാമത്തെ വർഷം ആകുമ്പോൾ ഈ 110 സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീണ്ടും ഒരു 10% കൂടെ 120 ഞാൻ അടയ്ക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ 110 വീണ്ടും 10% പലിശയും ഉൾപ്പെടെ അടയ്ക്കണം. എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ഇതിൻ്റെ 110% ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് 121 കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 110 ഇതിനെ നമുക്ക് 10% പലിശ എന്ന് പറയുമ്പം 1.1 ആയിരിക്കുമല്ലോ മുതലും പലിശയും കൂടെ. 10% എന്ന് പറയുമ്പോൾ 110% മുതലും പലിശയും കൂടെ, പലിശ 10%, മുതൽ 100%, മൊത്തം 110% എന്ന് പറയുമ്പോൾ 1.1 എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഈ 110 × 1.1 ആണ് ഇവിടെ വന്നേക്കുന്ന ഈ 121 എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാ പ്രാവശ്യവും ഈ ഒരു 1.1 എന്ന് പറയുന്ന ഒരു കോമൺ മൾട്ടിപ്ലൈയിങ് ഫാക്ടറായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അടുത്ത വർഷം വീണ്ടും ഈ 121 × 1.1 ആയിരിക്കും. കാരണം മുതലും പലിശയും കൂടി ഇതായിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 1.1 വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 1.1 1.1ൻ്റെ സ്ക്വയർ, 1.1ൻ്റെ ക്യൂബ്, 1.1 ഇതിങ്ങനെ പോവായിരിക്കും. ഫസ്റ്റ് ഇയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരിക്കും. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഐഡിയയെ പറ്റി നിങ്ങൾക്ക് വലിയൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ എന്താ ഇപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ സം ബോറോവ്ഡ് അറ്റ് 10% per annum compound interest compounded annually is paid in 2 equal installments at the end of each year. If the amount of each installment is 121, find the sum borrowed. അപ്പോൾ നമ്മളിവിടെ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നോക്കേണ്ടത് റേറ്റ് പെർസെൻറ്റേജ് ആണ്. 10%. 10% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10/100. നമുക്ക് എന്തെഴുതാം? 1/10 എന്ന് എഴുതാം. എന്നാൽ ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം 10 രൂപ നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾ എത്ര അടയ്ക്കണം? 10 രൂപ ലോൺ എടുത്താൽ 1 രൂപ പലിശ അടയ്ക്കണം. 10ന് 1 പലിശ. അപ്പോൾ 10 രൂപ ലോൺ എടുത്താൽ മുതലും പലിശയും കൂടെ നിങ്ങൾ എത്ര തിരിച്ചടയ്ക്കണം? 11 രൂപ തിരിച്ചടയ്ക്കണം ഒരു വർഷം, ആദ്യത്തെ വർഷം. എന്നാൽ രണ്ടാമത്തെ വർഷത്തിലേക്ക് വരുമ്പോഴോ, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴോ, നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. 10ൻ്റെ സ്ക്വയർ എത്ര നോക്കുക? 100 അല്ലേ? സ്ക്വയർ എടുക്കുക. 11ൻ്റെ സ്ക്വയർ എത്ര? 121. അപ്പോൾ രണ്ടാമത്തെ വർഷം നിങ്ങൾ 100, രണ്ടാമത്തെ വർഷത്തെ മുതലും പലിശയും തമ്മിലുള്ള റേഷ്യോ ആണിത്. ആദ്യത്തെ വർഷത്തെ മുതലും പലിശയും തമ്മിലുള്ള റേഷ്യോ 10:11. രണ്ടാമത്തെ വർഷത്തെ മുതലും പലിശയും തമ്മിലുള്ള റേഷ്യോ 100:121. ഇനി അടുത്ത വർഷം വരുവാണെങ്കിൽ അത് എത്ര ആയിരിക്കും? 10ൻ്റെ ക്യൂബ് 1000 ആയിരിക്കും. ഇവിടെ വരുന്നത് 1331 ആയിരിക്കും. ഇവിടെ നമ്മളോട് ഇപ്പോൾ 2 വർഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3 വർഷം എടുക്കണ്ട. ഇനി മൂന്നാമത്തെ വർഷം ചോദിക്കുവാണെങ്കിലും അവിടുത്തെ മുതലും പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും നിങ്ങൾ റീപേ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ 1000:1331 ആയിരിക്കും. ഇവിടെ നമുക്കത് വേണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഒഴിവാക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അടയ്ക്കുന്ന തുക എല്ലാ വർഷവും നമ്മൾ അടയ്ക്കുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. അതായത് ഈ ഒരു സാധനം ഫിക്സഡ് ആവണം. ഏത്? ഈ 11ഉം 120 ഇത് ഈക്വൽ ആവണം. അപ്പോൾ രണ്ടിനെ ഈക്വൽ ആക്കണം. ഇവിടെ 121 ആണല്ലോ വലുത്. അപ്പോൾ നമുക്ക് ഈ 11നെ 121 ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. വളരെ വെരി സിമ്പിൾ. 11 121 ആവാൻ എത്ര ചെയ്യണം? 11 കൊണ്ട് ഗുണിക്കണം.
ഇപ്പുറത്തും ഇവിടെ റേഷ്യോയിൽ ഒരു ടൈമിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ അപ്പുറത്തും അതേ ചേഞ്ച് തന്നെ വരുത്തണമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി നമുക്ക് വീണ്ടും നമുക്കിത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഈ സാധനം തന്നെ, ഈ ഗുണിച്ചത് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. 10 × 11 110, 11 × 11 121 അല്ലേ? താഴത്തതിന് മാറ്റമില്ല, 100ഉം 121. ഇപ്പോൾ നോക്കിക്കേ, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയില്ലേ? ഇപ്പോൾ നോക്കിക്കേ, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയില്ലേ? 121 121 അല്ലേ? ഇനി ചോദ്യത്തിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദി എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് 121. ശരിയാ? ഇവിടെ നോക്കിക്കേ, എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് 121. അപ്പം നമുക്ക് മനസ്സിലായി 121 എന്ന് പറയുന്നത് തന്നെയാണ് 121. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഫൈൻഡ് ദ സം ബോറോവ്ഡ്. 121 എന്ന് പറയുന്നത് 121 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. 1 എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 110 100ഉം എന്തുവാ? പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സം ബോറോവ്ഡ് ഓർ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 110 മേടിച്ചാൽ 121 അടയ്ക്കണം, 100 മേടിച്ചാൽ 121 അടയ്ക്കണം. സോ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും. പ്രിൻസിപ്പൽ എത്ര ആയിരിക്കും? 210 ആയിരിക്കത്തില്ലേ പ്രിൻസിപ്പൽ? 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 210 എത്ര? 210 തന്നെ ആയിരിക്കും. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ നോക്കാം. യെസ്. അടുത്ത ചോദ്യം നോക്കാം. എ പേഴ്സൺ ബോറോവ്ഡ് എ സം ഓഫ് 6,620 at 10% per annum, interest compounded annually. If the money is to be repaid in 3 equal installments, each payable at the end of the year, then what is the value of each installment? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് റേറ്റ് പെർസെൻറ്റേജ് ആണ്. 10% ആണ്. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 1/10 ആണ് അല്ലേ? 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്തുവാ? നമ്മുടെ പ്രിൻസിപ്പിൾ 10 ആണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട്, അതായത് മുതലും പലിശയും കൂടെ നമ്മൾ അടയ്ക്കേണ്ടത് 11 ആണ്. ഇത് 1 വർഷത്തെ. ഇനി 2 വർഷത്തെ ആണെങ്കിലോ 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 121. ഇവിടെ എന്താണ്? സമ്മിസ്റ്റ് ബിഫോർ ഒരു മണി 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റാണ് പറയുക. അപ്പോൾ 3. അപ്പോൾ മൂന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ 10ൻ്റെ ക്യൂബ്, അല്ലാതെ 100ൻ്റെ സ്ക്വയർ എടുക്കരുത്. 10ൻ്റെ ക്യൂബ് എത്ര? 1000. പിന്നെ 11ൻ്റെ ക്യൂബ് 1331. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഈക്വൽ ആക്കണം. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ ഈ 1331 എല്ലാത്തിനെയും നമ്മൾ 1331 ഏറ്റവും വലുത് ഏതാണോ അതിലോട്ട് ആക്കുക. അപ്പോൾ 1331 ആക്കണം. 121 1331 ആക്കാൻ 11 കൊണ്ട് ഇവിടെ ഗുണിക്കണം. ഇവിടെയും എന്തുകൊണ്ട് ഗുണിക്കണം? അപ്പോൾ 11. ഇവിടെ ഈ 11നെ എന്തുകൊണ്ട് ഗുണിക്കണം? 121. ഇവിടെയും 121. അപ്പോൾ എല്ലാം ഒരേ റേഷ്യോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അപ്പുറത്തോട്ടൊന്ന് മാറ്റി എഴുതാം. പ്രിൻസിപ്പിളും എമൗണ്ടും ഒക്കെ. പ്രിൻസിപ്പിൾ 10 × 121 എത്ര കിട്ടും? നമുക്ക് 1210 കിട്ടും. അതേപോലെ ഇവിടെ 121 × 11 1331. ഇവിടെ എന്താണ്? 1100. ഇവിടെ എത്രയാണ്? 1000. രണ്ടിടത്ത് 1331. കണ്ടോ? ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയത് കണ്ടോ? എല്ലായിടവും ഇത് ഇങ്ങനെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റിന്റെ കേസിലെല്ലാം എമൗണ്ട് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് വരണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 121 1331 ആക്കാൻ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 11 1331 ആക്കാൻ 121 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ചെയ്താൽ ഇവിടെയും ചെയ്യണം. അപ്പോൾ എല്ലായിടും അങ്ങനെ ഈക്വൽ ആക്കി ചെയ്ത് നമ്മൾ ഇതേപോലെ ആക്കി എഴുതണം. ഓക്കെ, ഇനി എന്തോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എ പേഴ്സൺ ബോറോവ്ഡ് എ സം എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രിൻസിപ്പിൾ എത്ര ആയിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കത്തില്ലേ? 1210 1100 1000 കൂടെ കൂട്ടുന്നതായിരിക്കും. എത്ര കിട്ടും? 3310 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് 3310 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സമ്മ് 6620 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 6620. കണ്ടോ? അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? ഇങ്ങോട്ട് നോക്കിക്കേ, 331ൻ്റെ ഇരട്ടിയല്ലേ 662 അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2. കണ്ടുപിടിക്കേണ്ടത് എന്താ? ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്? 1331 എത്ര എന്ന് കണ്ടുപിടിക്കണം. 1 എന്ന് പറയുന്നത് 2 ആണ്. 1331 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 × 1331 എത്ര കിട്ടും നമുക്ക്? 2662 എന്ന ആൻസർ കിട്ടും. 2662 ഓപ്ഷനിലുണ്ടോ? യെസ്. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ.
വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. 2662 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 3 equal installments of 2160 were paid at the end of the year on a sum borrowed at 20% compound interest compounded annually. Find the sum. അപ്പോൾ 20% ആണ് റേറ്റ് പെർസെൻറ്റേജ്. 20% എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 20% എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ റേറ്റ് പെർസെൻറ്റേജിനെ ആദ്യം ഫ്രാക്ഷൻ ആക്കുക. 20/100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/5. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 5 ആണെങ്കിൽ നമ്മൾ എത്ര അടയ്ക്കണം? 1/5 എന്ന് പറഞ്ഞാൽ 5 രൂപ മുതലാണെങ്കിൽ 1 രൂപ പലിശ. അപ്പം മുതലും പലിശയും കൂടെ എത്ര അടയ്ക്കണം? 6 അടയ്ക്കണം. സോ ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ 5 നിങ്ങൾ എടുത്താൽ 6 അടയ്ക്കണം. സെക്കൻഡ് ഇയറിലാവുമ്പോഴോ റേഷ്യോ എന്താവും? 5ന്റെ സ്ക്വയർ എടുക്കുക 25, 6ന്റെ സ്ക്വയർ എടുക്കുക 36. തേർഡ് ഇയറിൽ ഇവിടെ എത്രയാണ്? തേർഡ് ഇയർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. 3 ഇൻസ്റ്റാൾമെന്റ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ഇയർ ആവുമ്പോൾ 25ന്റെ സ്ക്വയർ എടുക്കരുത്, 5ന്റെ സ്ക്വയർ എടുക്കണം. 5ന്റെ സ്ക്വയർ എത്ര? 125. 6ന്റെ സ്ക്വയർ എടുക്കണം 216. ഇനി എന്താക്കണം? നമുക്ക് റേഷ്യോ ഈക്വൽ, ഈ എമൗണ്ട് ഈക്വൽ ആക്കണം, ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആക്കണം അല്ലേ. അപ്പോൾ 216 ആക്കണം എല്ലാത്തിനും. ഇതിന് 36നെ 6 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ ഇവിടെ 6 കൊണ്ട് ഗുണിക്കണം. 6നെ 36 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ ഇവിടെയും 36 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അപ്പുറത്തോട്ട് മാറ്റി എഴുതണമെന്നില്ല, ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് എഴുതി ചെയ്യാം കേട്ടോ. പ്രിൻസിപ്പിളും എമൗണ്ടും. അപ്പം 36 × 5 180 എന്ന് എഴുതാം. 25 × 6 150. 125ന് മാറ്റമില്ല, അതുപോലെ എഴുതുന്നു. എല്ലായിടത്തും ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആണ്, അപ്പോൾ എല്ലായിടത്തും 216 കണ്ടോ. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് വന്നത് കണ്ടോ. ഇനി എന്തുവാ ചോദിച്ചിരിക്കുന്നത്? 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഈച്ച് ഓഫ് 2160. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞിട്ടുണ്ട് എത്ര? 216 അല്ലേ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് നമുക്കിവിടെ കിട്ടിയത്. ശരിക്കും അത് എത്രയാണ്? 2160. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര? 10. 1 എന്ന് പറയുന്നത് എത്ര? 10. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ സം. എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പ്രിൻസിപ്പിളിന്റെ തുകയായിരിക്കും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 455 എന്ന് കിട്ടും അല്ലേ. 455. 1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 455 എത്ര? 455 എന്ന് പറഞ്ഞാൽ എത്ര? 10 × 455 എത്ര കിട്ടും? 4550. 4550. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശരിയാണോ നോക്കാം. യെസ്. അടുത്ത ചോദ്യം. എ മാൻ borrows a certain sum of money and paybacks in 2 equal installments if compound interest is charged at 5% per annum and he pays back annually ₹441. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് പെർസെൻറ്റേജ് നോക്കുക. റേറ്റ് പെർസെൻറ്റേജ് എത്ര? 5%. 5% എന്ന് പറഞ്ഞാൽ 5/100 എന്നാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1/20 എന്ന് എഴുതാം. 1/20 അല്ലേ. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിള് 20 ആണെങ്കിൽ എമൗണ്ട് എത്ര ആയിരിക്കും? 21 ആയിരിക്കും. ഒരു വർഷത്തേക്ക് പ്രിൻസിപ്പിളും എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ 20:21 ആയിരിക്കും. അടുത്ത വർഷം, രണ്ടാമത്തെ വർഷം എത്ര ആയിരിക്കും? 20യുടെ സ്ക്വയർ എത്ര? 400. 21ന്റെ സ്ക്വയർ എത്ര? 441. ഓക്കെ, ഇനി എന്താ? നമ്മൾ ഈ 21 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു റേഷ്യോ, ഇത് ഈക്വൽ ആക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ പ്രിൻസിപ്പിൾ നമ്മുടെ 20 × 21 420, എമൗണ്ട് 441, ഇവിടെ 400 തന്നെ 441. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ചോദ്യത്തിലുണ്ടായിരിക്കും. ഒന്നുകിൽ ഇൻസ്റ്റാൾമെന്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സമ്മ് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി പേസ് ബാക്ക് ആനുവലി 441. അപ്പോൾ അയാളുടെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് 441 ആണ് അല്ലേ. ഇവിടെ നോക്കിക്കുക, ആനുവൽ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് എത്ര കിട്ടിയത്? 441 വീതം 2 പ്രാവശ്യം അടയ്ക്കണം. ഓക്കെ, അപ്പോൾ 441 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 441 തന്നെയാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. കണ്ടുപിടിക്കേണ്ടത് എന്തോ? സം ബോറോഡ്. സം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പ്രിൻസിപ്പളിന്റെ തുകയായിരിക്കും. 420 400 എത്ര ആയിരിക്കും? 820. 1 എന്ന് പറയുന്നത് 1 അല്ലേ? അതെ. അപ്പോൾ 820 എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 820 തന്നെ ആയിരിക്കും. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം.
നോക്ക് ശരിയാണോ? 820 എക്സാക്ട്ലി. അടുത്ത ചോദ്യം നോക്കാം. A man borrows rupees 2,100 and undertakes to pay back with compound interest 10% per annum in 2 equal yearly installment at the end of first and second year. What is the amount of each installment? So, ആദ്യം നമ്മൾ നോക്കേണ്ടത് 10%. റേറ്റ് പെർസെൻറ്റേജ് 10% ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ആണ്. ഉടനെ അതിൻ്റെ അർത്ഥം എന്താ? പ്രിൻസിപ്പിളും എമൗണ്ടും. പ്രിൻസിപ്പിൾ 10 എടുത്താൽ എമൗണ്ട് 11 അടയ്ക്കണം. ഓക്കെ ആണോ? ഒരു വർഷം. രണ്ടാമത്തെ വർഷമോ 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 121. ഈ എക്സാമ്പിൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തന്നെ അങ്ങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇനി എന്താ? ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെയും 11 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 11 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിളും എമൗണ്ടും. പ്രിൻസിപ്പിൾ 10 × 11 110, എമൗണ്ട് 121, ഇവിടെ 100 തന്നെ 121. ഓൾ റൈറ്റ് അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയാൾ എ മാൻ ബോറോസ് 2,100. അപ്പോൾ പ്രിൻസിപ്പിളാണ് എത്ര? 2,100. നമ്മുടെ പ്രിൻസിപ്പിൾ എത്ര കിട്ടും? 110 100 കൂട്ടി എത്ര കിട്ടും? 210. അപ്പോൾ 210 എന്ന് പറയുന്നതാണ് 2,100. കണ്ടുപിടിക്കേണ്ട എന്തുവാ? ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വീതമാ? 121 വീതം അല്ലേ? സോ 210 2,100 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. കാരണം 210നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 2,100 കിട്ടുക. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2,100/210 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 1 10 ആണ്. ഇൻസ്റ്റാൾമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 121 കണ്ടുപിടിക്കേണ്ടത്. എത്ര ആയിരിക്കും? 1,210. 1,210. ഓപ്ഷൻ ഡി ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. സരോജ് ടേക്സ് എ പേഴ്സണൽ ലോൺ ഫ്രം OEF കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ₹1,91,250 is to be paid back in 2 equal half-yearly, ശ്രദ്ധിക്കുക, half-yearly installments. How much is each installment if the interest is compounded half-yearly at 8% per annum? ഈ compounded half-yearly at 8% per annum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8% per annum. ഹാഫ്-ഇയർലി ആകുമ്പോഴോ? ഹാഫ്-ഇയർലി എന്താ ചെയ്യേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ പഠിച്ചതാ. ഹാഫ്-ഇയർലി ആകുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കണം, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കണം. ഇവിടെ രണ്ട് ഹാഫ്-ഇയർ ഇൻസ്റ്റാൾമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കണം. പെർ ആനം 8% ആണെങ്കിൽ ഹാഫ്-ഇയർലിയിൽ എത്ര വരും? ഹാഫ്-ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ എത്ര ആയിരിക്കും? അത് 4% ആയിരിക്കും. 4% എന്ന് പറഞ്ഞാൽ 4/100. അപ്പോൾ റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/25 എന്ന് എഴുതാം. 1/25. ഇനി 1/25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രിൻസിപ്പിളും എമൗണ്ട്. പ്രിൻസിപ്പിൾ 25 നിങ്ങൾ എടുത്താൽ എത്ര നിങ്ങൾ അടയ്ക്കണം? 26 അടയ്ക്കണം. 25 എടുത്താൽ 26 അടയ്ക്കണം. ആ ഒരു വർഷത്തേക്ക്. നമുക്കിവിടെ 2 ഈക്വൽ ഹാഫ്-ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 25 എടുത്താൽ 26 അടയ്ക്കണം ഒരു വർഷം. 2 വർഷമാണെങ്കിലോ 25ൻ്റെ സ്ക്വയർ 625, 26ൻ്റെ സ്ക്വയർ 676 അല്ലേ? 676. ഇനി റേഷ്യോ ഈക്വൽ ആക്കണം. അപ്പം ഇവിടെ 26 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് പ്രിൻസിപ്പിളും എമൗണ്ടും കിട്ടും. 25 × 26 എന്ന് പറയുമ്പോൾ 650, 625. ഇവിടെ അതുപോലെ 26 × 26 676, 676. ഓക്കെ. ഇനി ഇവിടെ പ്രിൻസിപ്പിളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ 1,91,250 എന്ന് പറയുന്നത്. നമ്മുടെ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ എത്ര? 650, 625. എത്ര കിട്ടും? 1,275. 1,275 ആണ് പ്രിൻസിപ്പിൾ. ശരിക്കുമുള്ള പ്രിൻസിപ്പിൾ 1,91,250. അപ്പോൾ ഈ 1,275 എന്ന് പറയുന്നതായിരിക്കത്തില്ലേ 1,91,250 എന്ന് പറയുന്നത്? അതെ. അപ്പോൾ നമുക്ക് അതിനകത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? EMI ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻസ്റ്റാൾമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? 676. ഇതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 676. സോ 1,275 1,91,250 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1,91,250 ഡിവൈഡഡ് ബൈ 1,275 ആയിരിക്കും. ഇത് ഹരിക്കുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും, 150 എന്ന് കിട്ടും, 150. അപ്പോൾ 1ൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? ഇൻസ്റ്റാൾമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ 676 കണ്ടുപിടിക്കേണ്ടത്. 676 എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 × 676 is equal to 1,000,000
1,400 എന്ന് കിട്ടും. 1,14,400. ഓപ്ഷനിലുണ്ടോ? യെസ്, 101400, ഓപ്ഷൻ ഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കി, നമ്മൾ പറഞ്ഞ മെത്തേഡ് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ കിട്ടിയത് 1,275. അതിനെ നമ്മൾ 1,91,250 ഇക്വേറ്റ് ചെയ്തു. ഇൻസ്റ്റാൾമെൻറ്റ് നോക്കിയപ്പോൾ 676 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 676 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ 1,114. യെസ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. Ramesh sold his Honda Activa to Mohan with a down payment of 24,336 and the remaining payment in 2 yearly installment of an equivalent amount in the next 2 years. If the rate of interest is 4% per annum compounded yearly, what is the cash value of the scooter? അപ്പോൾ രമേശ് അയാളുടെ ഹോണ്ട ആക്റ്റീവ മോഹന് വിൽക്കുകയാണ്. എന്നിട്ട് ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 24,336 രൂപ കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഇനി ഞാൻ 2 ഇൻസ്റ്റാൾമെൻറ്റ് കൂടെ ഇതേ എമൗണ്ട് തരാം. അപ്പോൾ ഇതിപ്പോൾ ഡൗൺ പേയ്മെൻറ്റ്, ഇനി വീണ്ടും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഇതേ സെയിം എമൗണ്ട്, വീണ്ടും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഇതേ സെയിം എമൗണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കണക്ക് തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് പെർസെൻറ്റേജ് എത്ര? 4% പറഞ്ഞിരിക്കുന്നത്. 4% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4/100 അല്ലേ, 1/25. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? പ്രിൻസിപ്പിൾ 25 ആണെങ്കിൽ എമൗണ്ട് 26 ആയിരിക്കും ഒരു വർഷത്തേക്ക്. 2 ഇൻസ്റ്റാൾമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വർഷം 25ൻ്റെ സ്ക്വയർ 625, 26ൻ്റെ സ്ക്വയർ 676. രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 26 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഇവിടെയും 26 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിളും എമൗണ്ടും കിട്ടും. ഇവിടെ 650, 676, 625, 676. ഓക്കെ, അപ്പം ഈ 24,336 രൂപ ഇയാൾ കൊടുത്തു. അപ്പോൾ അതിന് പലിശയൊന്നും ഇല്ല. അത് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ആയിരിക്കും അയാൾക്ക് കിട്ടിയ ലോണ്. അപ്പോൾ എത്ര ആയിരിക്കും അയാൾക്ക് കിട്ടിയ ലോണ്? കാരണം ആ ലോൺ എമൗണ്ട് ആണല്ലോ ഇയാൾ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച് തീർക്കാമെന്ന് പറയുന്നത്. 24,336 ഇയാളുടെ കയ്യിലുള്ള കാശ് ഇയാൾ കൊടുത്തു. അപ്പോൾ ബാക്കി അതിന് ലോൺ കൊടുത്തു. ബാക്കി ലോണ് ഈ മോഹന് കൊടുത്തു. ആ ലോൺ എമൗണ്ട് എത്രയാണ്? അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചേക്കുന്നത്. 650ഉം 620. എത്ര കിട്ടും? 1,275. ശരിക്കുള്ള എമൗണ്ട് അല്ല, നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരമുള്ള നമ്മുടെ റേഷ്യോ. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1,275 ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ഇയാൾ ഓരോ പ്രാവശ്യം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 676 വെച്ചിട്ട് അതെത്ര? ഈ സെയിം എമൗണ്ട് തന്നെ അടയ്ക്കാവുന്ന, ഈ ഡൗൺ പേയ്മെൻറ്റ് അടച്ച അതേ എമൗണ്ട് തന്നെ അടയ്ക്കാവുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ അയാളുടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 676 ആയിരിക്കത്തില്ലേ ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ പ്രാവശ്യം അടയ്ക്കുന്നത്? അതെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 24,336 ആയിരിക്കത്തില്ലേ? കാരണം ഇതേ സെയിം എമൗണ്ട് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചോളാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 676 24,336 ആണ്. ഒന്നിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? 24,336 ഡിവൈഡഡ് ബൈ 676 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അപ്പോൾ ഒന്നിൻ്റെ വില എത്ര കിട്ടി? 36 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ക്യാഷ് വാല്യൂ ഓഫ് ദ സ്കൂട്ടർ. എങ്ങനെ കണ്ടുപിടിക്കാം? സ്കൂട്ടറിന് ആദ്യം ഇയാൾ 24,336 അടച്ചു. പിന്നെ ഒരു എമൗണ്ട് ലോൺ കിട്ടിയില്ലേ? ആ ലോൺ എത്ര എന്നൂടെ അറിഞ്ഞെങ്കിലല്ലേ ആ ലോൺ എമൗണ്ട് പ്ലസ് ഇയാൾ അടച്ച തുക, അപ്പോഴല്ലേ ക്യാഷ് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ ലോൺ എമൗണ്ട് കണ്ടുപിടിക്കാൻ 1,275 കണ്ടുപിടിച്ചാൽ മതി. ഒന്ന് നമുക്ക് കിട്ടി. എത്ര? 36. അപ്പോൾ 1,275 എത്ര ആയിരിക്കും? 36 × 1,275 എത്ര കിട്ടും? 45,900 എന്ന് കിട്ടും. 45,900 ആൻസർ ആണോ? അല്ല. 45,900 രൂപ ഇയാൾക്ക് ലോൺ കൊടുത്തു. അതിന് ഇയാൾ പലിശ അടക്കം തിരിച്ചടച്ചു. അപ്പോൾ ഇയാൾക്ക് ലോൺ കിട്ടിയ എമൗണ്ട് ഇത്ര എമൗണ്ടാണ് ഇയാൾക്ക് ലോൺ കിട്ടിയത്, 45,900. പിന്നെ ഇയാൾ ആദ്യം എത്ര അടച്ചു? ഒരു 24,336 അടച്ചു. അപ്പോൾ ക്യാഷ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ക്യാഷ് വാല്യൂ എന്ന് പറയുമ്പോൾ 45,900 രൂപയായിരുന്നു സ്കൂട്ടറിൻ്റെ ഇയാൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട്. അതിനാണ് ഇയാൾക്ക് ലോൺ കിട്ടിയത്. സോ അത് പ്ലസ് പിന്നെ ഇയാൾ ആദ്യം അടച്ച 24,336 ഇത് തമ്മിൽ കൂട്ടണം.
ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70,236 എന്ന് കിട്ടും. 70,236 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വലിയ ഇക്വേഷൻസ് ഒക്കെ എടുത്ത് വെച്ച് ചെയ്യണം. പലരും ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസ്, പ്രിലിംസ്, മെയിൻസിനൊക്കെയാണ് മെയിനായിട്ട് ഇത് ചോദിക്കുക. SSC വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ചോദ്യം. അബി ബോട്ട് എ ന്യൂ മാക്ബുക്ക് at 1,07,000. He paid 12,420 as a down payment and agreed to pay back the remaining amount in 23 monthly installment. How much will each installment be? ഇതിനകത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. റേറ്റ് പെർസെൻറ്റേജും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് നോ കോസ്റ്റ് EMI ആയിട്ട് തന്നെ കണക്കാക്കി ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് പലിശയൊന്നും ഇതിനകത്തിലില്ല. പലിശ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കാരണം ഇതിനകത്ത് റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നോ കോസ്റ്റ് EMI. ഓക്കെ, അതായത് 1,07,000. ഈ ശരിക്കും ഇതൊന്നും കേട്ടോണ്ട് നോ കോസ്റ്റ് EMI ഒന്നും എടുക്കാൻ പോകരുത്. അതിനകത്തിൽ എന്തൊക്കെയായാലും അവന്മാർ എന്തെങ്കിലുമൊക്കെ പലിശ ചേർക്കും കേട്ടോ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അപ്പോൾ 1,07,000 അതിനകത്തിൽ 12,420 രൂപ അടച്ചു. അപ്പം ബാക്കി ലോൺ എമൗണ്ട് എത്ര വരിക? 8, 5, 94,580 രൂപയാണ് ലോൺ. അതിനിയും 23 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ 23 അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. 94,580 ഡിവൈഡഡ് ബൈ അവിടെ EMI എത്ര വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 94,580 ഡിവൈഡഡ് ബൈ 23. സോ ഇത് ഹരിച്ച് കിട്ടുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4,112.17 എന്നൊക്കെ കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 4,112 രൂപ. ശരിയാണോ? യെസ്, അത്ര. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും ഏത് രീതി, അത് ഹാഫ് ഇയർലിയോ ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ ഹാഫ് ഇയർലിയോ എന്ത് കുന്തം ചോദിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.